കല്ലിനെയും ലോഹത്തെയുമാണ് ക്ഷേത്രത്തില് ആരാധിക്കുന്നതെന്ന ചില തെറ്റായ ധാരണകള് പലരും രഹസ്യമായും പരസ്യമായും വെളിപ്പെടുത്തുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ കല്ലും ലോഹവും അപാരമായ ഊർജ്ജത്തിന്റെ ഉറവിടങ്ങളാണെന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ടെന്ന വസ്തുത മറക്കാനാവില്ല. ഭാരതീയ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും അക്ഷയഖനികളാണ് ക്ഷേത്രങ്ങള്. അവയില് ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും വീഴ്ചേരുന്നു. തലമുറകൾക്ക് ഭാരതീയ സംസ്കാരത്തെ പകർന്നു നൽകുന്ന ചൈതന്യകേന്ദ്രങ്ങളായാണ് ക്ഷേത്ര സങ്കേതങ്ങളെ നൂറ്റാണ്ടുകളായി നാം കണക്കാക്കുന്നത്. ക്ഷത്രത്തെ ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രമെന്നാണ് പ്രമാണം. അതായത് മനസ്സിന്റെ മുറിവുകളെ, വ്യതകളെ ഇല്ലായ്മ ചെയ്യുന്ന പുണ്യസ്ഥാനമാണ് ക്ഷേത്രം. പ്രശ്നങ്ങള് അലട്ടുമ്പോള്, ഭയഭീതികള് മനസ്സിനെ ഗ്രസിക്കുമ്പോള് നാം ഈശ്വരനെ ഓർക്കുന്നു. ഈശ്വരന്റെ വാസസ്ഥാനമാകുന്ന ക്ഷേത്രത്തെയും. ഭൗതികതയുടെ മായാവലയത്തില് നിലതെറ്റുന്ന മനസ്സിനെ സ്വച്ഛമാക്കാന് ഈശ്വരദർശനം കൊണ്ട് സാധിക്കും. ദാഹിക്കുന്നവന് വെള്ളവും വിശക്കുന്നവന് ഭക്ഷണവും പോലെയാണ് വിശ്വാസിക്ക് ക്ഷേത്രദർശനവും. ക്ഷേത്രദർശനത്തിലൂടെ മനസ്സിന് ലഭിക്കുന്ന ശാന്തിയും സമാധാനവും സംതൃപ്തിയും അനിർവചനീയമെന്ന് അനുഭവസ്ഥര് പറയും. ദേഹോ ദേവാലയ പ്രോക്തോ ജീവേ ദേവ സദാശിവ എന്നാണ് യോഗാശാസ്ത്രഗ്രന്ഥമായ കുളാർവതന്ത്രം പറയുന്നത്. അതായത് ദേഹം ദേവാലയമായി സങ്കൽപ്പിച്ചാല് ജീവന് ആ ദേവാലയത്തിലെ ദേവനാണ്. ദേഹത്തിലെങ്ങനെയാണോ ജീവന് അതുപോലെയാണ് ക്ഷേത്രത്തിലെ ദേവചൈതന്യം. ക്ഷേത്രാരാധനയുടെ പ്രഥമലക്ഷ്യം അവനവനില് കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്തുകയാണെന്ന തിരിച്ചറിവ് നമ്മുടെ പൂർവികരായ ഋഷീശ്വരന്മാർക്കുണ്ടായിരുന്നു. മുൻശ്ലോകത്തിലെ അന്തർലീനമായ വസ്തുതയും ഇതുതന്നെ. ഈശ്വരന് സർവ്വവ്യാപിയാണെന്ന് പ്രപഞ്ചസത്യം. സർവത്ര വ്യാപിച്ച ഈശ്വര ചൈതന്യത്തെ ഒരു ബിന്ദുവില് കേന്ദ്രീകരിച്ച് ലഭ്യമാക്കുകയാണ് ക്ഷേത്രത്തിന്റെ ധർമ്മം. കല്ലിനെയും ലോഹത്തെയുമാണ് ക്ഷേത്രത്തില് ആരാധിക്കുന്നതെന്ന ചില തെറ്റായ ധാരണകള് പലരും രഹസ്യമായും പരസ്യമായും വെളിപ്പെടുത്തുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ കല്ലും ലോഹവും അപാരമായ ഊർജ്ജത്തിന്റെ ഉറവിടങ്ങളാണെന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ടെന്ന വസ്തുത മറക്കാനാവില്ല. ഭൗതിക, ആത്മീയ ഉയർച്ചയുടെ പ്രഭവകേന്ദ്രമായി മാറതക്കവിധം ഏതെങ്കിലും ഒരു ഭൗതിക വസ്തുവിലേക്ക് പ്രപഞ്ചശക്തിയെ ആവാഹിക്കാനുള്ള കുശാഗ്രബുദ്ധി നമ്മുടെ പൂർവികർക്കുണ്ടായി. തന്ത്രമന്ത്രങ്ങളിലൂടെ ആ വസ്തുവിന്റെ ചൈതന്യം വർദ്ധിപ്പിച്ച് ജനോപകാരത്തിന് ഉപയോഗിക്കുകയാണ് അവര് ചെയ്തത്. ശാസ്ത്രപ്രകാരം ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് പണിത് ദേവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങള് ഒരു നാടിന്റെ ജീവനാഡിയാണ്. വിഗ്രഹ മെന്നാല് വിശേഷാല് ഗ്രഹിക്കുന്നതെന്നാണർത്ഥം. താന്ത്രികവിധി ഏറ്റവും കൃത്യമായി പാലിക്കപ്പെട്ട് പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തില് ദേവചൈതന്യം കുടിയേറും. തന്ത്രി പ്രതിഷ്ഠാമന്ത്രം ചൊല്ലി വിഗ്രഹം പീഠ്സുഷിരത്തില് ഇറക്കിവെക്കുമ്പോള് പുറത്ത് ശംഖ്, മരപ്പാണി എന്നിവയുടെ ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. തോ, തൈ എന്നീ 2 കൊട്ട് മന്ത്രത്തിന്റെ യതിസ്ഥാനത്ത് കേൾക്കാം. കൃത്യമാത്രയിലെ ഈ ശബ്ദങ്ങള് സൃഷ്ടിക്കുന്ന വൈകരിതരംഗത്തിലൂടെ ആചാരമന്ത്രത്തിന്റെ പ്രാണസ്പന്ദനങ്ങള് വിഗ്രഹം ഏറ്റുവാങ്ങുന്നു. ഈ വൈകരിതരംഗത്തെ ശാസ്ത്രീയമായി അപഗ്രഥിക്കാം. ഈ തരംഗം ഒരു വസ്തുവില് തട്ടുമ്പോള് പുറത്തെ ഇലക്ട്രോണുകള് തൊട്ടടുത്ത പദത്തിലേക്ക് പോകുന്നു. എല്ലാ പരമാണുക്കളുടെയും ഈ അധികോർജ്ജമാണ് അനുഗ്രഹവർഷമായി വിഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നത്. ഈ ഊർജ്ജം സ്വീകരിക്കുകയാണ് ക്ഷേത്രദർശനത്തിന്റെ മുഖ്യഘടകം. ഒരു ക്ഷേത്രത്തിന് പരമാണുവിന്റെ ആറ്റം ഘടനയാണുള്ളത്. ന്യൂക്ലിയസ് എന്ന കേന്ദ്രബിന്ദുവും അതിനു പുറമെ ഇലക്ട്രോണുകളുടെ 7 കേന്ദ്രവൃത്തങ്ങളും കെ, എൽ, എം, എൻ, ഒ, പി, ക്യൂ തുടങ്ങിയ 7 ഷെല്ലുകളുണ്ട്. ഇതനുസരിച്ച് ശ്രീകോവിലിനെ കെ ഷെല്ലായും അന്തർമണ്ഡലത്തെ, എൽ ഷെല്ലായും വിളക്കുമാടത്തെ, എൻ ഷെല്ലായും പുറത്തെ ബലിവട്ടത്തെ, ഒ ഷെല്ലായും പ്രദക്ഷിണ വഴിയെ, പി ഷെല്ലായും പുറമതിലിനെ, ക്യൂ ഷെല്ലായും കണക്കാക്കുന്നു. ഇത്തരം ഊർജ്ജസവിശേഷതകൾ പുരാതനകാലം തൊട്ടേ ആചാര്യന്മാര് തിരിച്ചറിഞ്ഞിരുന്നുവെന്നത് അത്യത്ഭുതമാണ്. ഈ ശ്രമത്തില് പ്രദക്ഷിണ വഴിയും ചുറ്റുമതിലും അപ്രധാനമെന്ന് കണക്കിലെടുത്താല് ബാക്കിയുള്ളവയെ പഞ്ചപ്രാകാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഈ പഞ്ചപ്രാകാരങ്ങളിലൂടെ ചൈതന്യം സംഭരിക്കപ്പെടുന്നു. ഒരു മനുഷ്യന് 2 കൈകളും കൂപ്പി മുകളിലേക്കുയർത്തി നിൽക്കുന്നതുപോലുള്ള ഘടനയാണ് ക്ഷേത്രത്തിന്റേത്. ശ്രീകോവിലില് തലവെച്ചും ചുറ്റമ്പലത്തില് കരങ്ങള് വെച്ചും ഗോപുരത്തിലേക്ക് പാദങ്ങള് വെച്ചും കിടക്കുന്ന ഭഗവാന്റെ രൂപമായും കണക്കാക്കപ്പെടുന്നു. 14 ഗോപുരം തൊട്ടുവണങ്ങിയാല് ഭഗവാന്റെ പാദം തൊട്ട് വന്ദിക്കുന്നതായാണ് സങ്കല്പം. പ്രതിഷ്ഠാസമയത്ത് സ്വയംഭൂക്ഷേത്രമല്ലെങ്കില് ഷഡാധാര ക്രിയയിലൂടെയാണ് ക്ഷേത്രനിർമ്മാണവും വിഗ്രഹപ്രതിഷ്ഠയും നിർവഹിക്കുന്നത്. യോഗാനാളും നപുംസ ശില കൊണ്ടുണ്ടാക്കിയ പീഠത്തെ തുളച്ച് വിഗ്രഹത്തെ ബന്ധിക്കുന്ന ഷഡാധാര പ്രക്രിയ ക്ഷേത്രനിർമ്മാണഘട്ടത്തിലുണ്ട്. ഒരു മനുഷ്യന്റെ നട്ടെല്ലിനകത്തുകൂടി സുഷുമ്നാ നാഡിയും അതിനു സമാന്തരമായി പോകുന്ന ഇട, പിംഗള നാഡികളും കൂടിച്ചേരുന്ന 6 ഗാംഗ്ലിയകളായി ഷഡാധാര പ്രക്രിയയെ ഗണിക്കാം. മൂലാധാരം, സ്വധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആഞ്ജ എന്നിങ്ങനെ കണക്കാക്കപ്പെടുന്ന ഈ 6 ഗാംഗ്ലിയകളിലൂടെയാണ് മന്ത്രധ്വനികള് ദേവന്റെ കുണ്ഡലിനിശക്തിയെ സഹസ്രാധാരതലഭമത്തിലേക്ക് ഉയർത്തുന്നത്. അനേകം കാരണങ്ങളാല് ദിനം പ്രതി കുറയുന്ന ദേവചൈതന്യത്തെ വർദ്ധിപ്പിക്കുകയാണ് പൂജാരിയുടെ ധർമ്മം. തന്ത്രിയും ക്ഷേത്രശാന്തിക്കാരനുമാണ് ചൈതന്യത്തെ സന്നിവേശിപ്പിക്കുന്നവര്. അമ്പലത്തില് പൂജ ചെയ്യുന്നവര് പ്രസാദം നൽകുമ്പോഴും മറ്റും അന്യസ്പർശമില്ലാതിരിക്കാന് ശ്രമിക്കുന്നത് കണ്ടിട്ടില്ലേ? ചൈതന്യ ലോപത്തെ കരുതിയാണിത്. സാന്ദ്രത കുറഞ്ഞ വസ്തു സാന്ദ്രതയുള്ള വസ്തുവില് സ്പർശിക്കുമ്പോൾ കൂടിയ സാന്ദ്രത കുറഞ്ഞ ഭാഗത്തേക്ക് ഒഴുകും. അതുതന്നെയാണ് ക്ഷേത്രപൂജാരി അന്യരെ സ്പർശിക്കുമ്പോഴും സംഭവിക്കുക. ക്ഷേത്രദർശനത്തിന് എത്തുന്നവരില് കുറെ പേർക്കെങ്കിലും ദർശനം എങ്ങനെ നിറവേറ്റണമെന്നതിനെക്കുറിച്ച് കാര്യമായ അറിവുണ്ടാകാറില്ല.
കുളിച്ച് ശുദ്ധഹൃദയത്തോടെ വേണം മന്ത്രചൈതന്യം നിറഞ്ഞ ക്ഷേത്രമതിൽക്കകത്ത് പ്രവേശിക്കാന്. കുളിയും വൃത്തിയുള്ള വസ്ത്രവും ക്ഷേത്രദർശനത്തിന്റെ പ്രഥമകാര്യമാണ്. പാദരക്ഷകളെ അഴിച്ച് പുറത്തുവെച്ച് കൂപ്പുകൈ നെഞ്ചോട് ചേർത്ത് അകത്തെത്തുന്ന ഭക്തന് പ്രദക്ഷിണം നടത്തണം. പ്രദക്ഷിണത്തെക്കുറിച്ച് തന്ത്രശാസ്ത്രം പറയുന്നത് ഇപ്രകാരമാണ്. ചിന്നതി ഭയം സർവേ കാരോ മോക്ഷസിദ്ധിദേ കാരോ ദക്ഷിയതേ രോഗോ കാരം ശ്രീപ്രദായകം. അതായത് എന്ന അക്ഷരം സർവഭയനാശത്തെയും കാരം മോക്ഷത്തെയും കാരം രോഗം, അപരാധം എന്നിവയുടെ ശമനത്തെയും കാരം ഐശ്വര്യത്തെയും കുറിക്കുന്നു. ദേവനെ കേന്ദ്രബിന്ദുവായി സങ്കൽപ്പിച്ച് നടത്തുന്ന പ്രദക്ഷിണം ബലിക്കല്ലുകൾക്ക് പുറത്തുകൂടി വേണം. ചുറ്റുമതിലിന് പുറത്തുകൂടിയുള്ള പ്രദക്ഷിണത്തിന് അന്തർമണ്ഡലത്തിലെയും ഫലസിദ്ധിയുണ്ടെന്നാണ് വിശ്വാസം. ദേവനിൽ നിന്ന് എത്രയും അകന്നു വലം വെച്ചാൽ അത്രയും നല്ലതാണെന്നർത്ഥം. ഓട്ടപ്രദക്ഷിണം എന്ന് നമ്മൾ ഹാസ്യരൂപേണ പറയാറുണ്ട്. ക്ഷേത്രത്തിൽ ഇത് പാടില്ല. പൂർണ്ണഗർഭിണിയായ സ്ത്രീ തലയിലെ എണ്ണക്കുടവുമായി അടിവെച്ചടിവെച്ച് നടക്കുമ്പോലെ വേണം പ്രദക്ഷിണം എന്ന് യോഗശാസ്ത്രങ്ങൾ പറയുന്നു. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചും നാമം ചൊല്ലിയും വേണം പ്രദക്ഷിണം നടത്താന്. ധൃതി കൂടാതെ പൂർണ്ണമനസ്സോടെ നടത്തുന്ന പ്രദക്ഷിണത്തിന് ഫലം കൂടുമത്രേ. ഓരോ ദേവനുമുണ്ട് പ്രദക്ഷിണ കണക്കുകള്. ഗണപതിക്ക് 1, സൂര്യന് 2, ശിവന് 3, ദേവി, വിഷ്ണു, ശാസ്താവ് 4, സുബ്രഹ്മണ്യന് 5, അരയാലിന് 7 എന്നിങ്ങനെയാണ് ചിട്ട. ഒരു പ്രദക്ഷിണം കൊണ്ട് ബ്രഹ്മമഹത്വഭാവം തീരും. 2ാം പ്രദക്ഷിണത്തില് ദേവാരാധനഗർഹരാകും. 3ാമത്തതോടെ മുക്തിയും പ്രാപ്യമാകുമെന്നാണ് ബ്രഹ്മനാരദിയും പറയുന്നത്. പ്രദക്ഷിണവും നമസ്കാരവും ചെയ്ത് തീർത്ഥവും പ്രസാദവും 3 തവണ നാരായണമന്ത്രത്തോടെ സേവിക്കണം. ഈ തീർത്ഥവും ചന്ദനവും ശരീരത്തിന് ഉന്മേഷവും ഉത്തേജനവും നൽകും. മാനവ ദേഹക്ഷേത്രത്തിന്റെ മനോഹരമായ ഒരു പ്രതികൃതിയാണ് ഭാരതീയ ദേവാലയങ്ങള്. മനുഷ്യന്റെ ആത്മീയമായ ഉന്നതിക്കായി നിലനിൽക്കുന്ന വിവിധങ്ങളായ ഉപാസനാ പദ്ധതികളില് പ്രധാനമാണ് ക്ഷേത്രാരാധന സമ്പ്രദായം. ഹൈന്ദവ ധർമാനുസാരം ഉപാസനാമാർഗങ്ങള് കാലികങ്ങളാണ്. കൃതേ ശ്രുത്യുക്ത ആചാര, ത്രേതായാം സ്മൃതി സംഭവ, ദ്വാപരേ തു പുരാണോക്ത, കലാവാഗമ സമ്മത എന്ന നിർദ്ദേശപ്രകാരം ഈ യുഗത്തിലെ ഉപാസനമാർഗം താന്ത്രികവും തദടിസ്ഥാനത്തിലുള്ള ക്ഷേത്രോപാസനയും തന്നെ. അനാദിയായ കാലം മുതൽ ഈ ഭാരതദേശത്തില് ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്നുവെന്ന് പുരാണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ശ്രീരാമന്റെ രാമേശ്വര പ്രതിഷ്ഠയും രുക്മിണി സ്വയംവര സന്ദർഭത്തിലെ ക്ഷേത്രദർശനവും ഇത് തന്നെ സൂചിപ്പിക്കുന്നു. വ്യക്തിജീവിതത്തിലും സമൂഹജീവിതത്തിലും ക്ഷേത്രങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. സ്വസംസ്കാരത്തെ നിലനിർത്തി വളർത്തിക്കൊണ്ടുവരുന്ന ആത്മീയ സാമൂഹിക ഇടങ്ങളാണവ. ഇതോടൊപ്പം യോഗശാസ്ത്രപരവും വൈദികവും താന്ത്രികവുമായ ക്രിയകള് വളരെ സാമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു ആത്മീയ പദ്ധതി കൂടിയാണ് ക്ഷേത്രദർശനം. ക്ഷേത്രങ്ങളെ ശാസ്ത്രരീതിയിൽ പരിശോധിച്ചാൽ അവ കേവലം ആരാധനയ്ക്കായുള്ള കെട്ടിടങ്ങൾ മാത്രമല്ല, മറിച്ച് പ്രപഞ്ചശരീരത്തിന്റെയും വ്യഷ്ടിശരീരത്തിന്റെയും പ്രത്യക്ഷ മാതൃകാരൂപങ്ങൾ തന്നെയാണ്. ദേഹോ ദേവാലയർ ജീവോ ദേവ സദാശിവ എന്ന തന്ത്രശാസ്ത്ര പ്രയോഗം ഇത് തന്നെ സൂചിപ്പിക്കുന്നു. കേവലം സ്ഥൗല ശരീരത്തിന്റെ മാത്രമല്ല, മറിച്ച് സൂക്ഷ്മ ശരീരത്തിന്റെയും കൂടി പ്രതീകമാണ് ക്ഷേത്രങ്ങള്. ക്ഷേത്രനിർമ്മാണത്തെ നന്നായി പരിശോധിച്ചാലേ ഇത് വ്യക്തമാവും. മഹാമര്യാദ, ബാഹ്യഹാര, മധ്യഹാര, അന്തഹാര, അന്തർമണ്ഡലം എന്നീ പഞ്ചപ്രാകാരങ്ങള് ദേവന്റെ സ്ഥൗല ശരീരത്തിനെയും ശ്രീകോവില്, ദേവപ്രതിഷ്ഠ, ഷഡാധാരങ്ങള് എന്നിവ സൂക്ഷ്മ ശരീരത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ചില വാസ്തുഗ്രന്ഥങ്ങള് ഈ പ്രാകാരങ്ങളെ ദേവശരീരമായി അന്വയിപ്പിച്ചിട്ടുണ്ട്. വിശ്വകർമ്മ്യ ഗ്രന്ഥം ഇപ്രകാരത്തില് ഗർഭഗൃഹം ശിരസ്സായും അകത്തെ ബലിവട്ടം മുഖമായും മണ്ഡപം ഗളമായും നാലമ്പലം കൈകളായും പുറത്തെ പ്രദക്ഷിണവഴി കുശിസ്ഥാനമായും പുറംമതില് മുട്ടുകളായും ഗോപുരങ്ങളെ ദേവപാദമായും സങ്കൽപ്പിച്ചിരിക്കുന്നു. ഇപ്രകാരം ക്ഷേത്രനിർമ്മാണത്തിന്റെ ഭേദമനുസരിച്ചെങ്കിലും സ്ഥൗല ശരീരാംശത്തെ പ്രതിനിധാനം ചെയ്യുന്ന അനുപാതാത്മകമായ ഒരു വളർച്ച ക്ഷേത്രത്തിനുണ്ടാവുന്നതായി കാണാം. ദിഗ്പാലകന്മാരായ 10 ദേവന്മാരും സപ്തമാതൃക്കളും വീരഭദ്രനും ഗണപതിയും ഉൾപ്പെടുന്ന ദേവസമുച്ച സ്ഥാനമാണീ സ്ഥൗലശരീരം. തത്പ്രതീകങ്ങളാണ് ക്ഷേത്ര ബലികല്ലുകള്. എന്നാല് ബാഹ്യപ്രകാരങ്ങള് മാത്രമല്ല, നമുക്ക് ദൃഷ്ടിഗോചരമല്ലാത്ത സൂക്ഷ്മശരീരവും ദേവനുണ്ട്. ശ്രീകോവില് ഗർഭഗൃഹത്തിലെ പ്രതിഷ്ഠ നാം കാണുന്ന വിഗ്രഹം മാത്രമല്ല, മറിച്ച് താഴെത്താഴെയായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഷഡാധാരത്തോടു കൂടിയവയാണ്. ആധാരശില, നിധികുംഭം, പദ്മം, കൂർമ്മം, യോഗനാളം, നപുംസകശില എന്നീ അവയവങ്ങള് ചേരുന്നവയാണ് ഷഡാധാരപ്രതിഷ്ഠ. ദേവാലയ നിർമ്മാണത്തിലാരംഭമായി പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയില് കുഴിയെടുത്തു ആധാരശില സ്ഥാപിച്ചു. അതിന്റെ മധ്യത്തിലുള്ള കുഴിയില് രത്ന കനകാദികള് നിറച്ച നിധികുംഭം ഉറപ്പിച്ചുവെക്കുന്നു. അതിനു മുകളിലെ ശില കൊണ്ട് നിർമ്മിച്ച അഷ്ടദളപദ്മവും അതിനു മുകളിലായി കൂർമ്മത്തെയും സ്ഥാപിക്കണം. തതുപരി അകം ശൂന്യമായതും അഗ്രഭാഗം കൂർത്തതുമായ ആകാശതത്വപ്രതീകമായ യോഗനാളവും തതുപരിയായി നപുംസശിലയെയും സ്ഥാപിക്കണം. സാധാരണ പൂജകളില് ദേവനെ ആവാഹിക്കുന്ന മന്ത്രങ്ങള് ഈ സങ്കല്പത്തിലുള്ളവയാണ്. ഈ ഷഡാധാര കൽപ്പന സൂക്ഷ്മശരീരത്തിന്റെ ആധാരപദ്മങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ആധാരശിലയാകുന്ന മൂലാധാര സ്വാധിഷ്ഠാന ചക്രം, മണിപൂരകമാകുന്ന നിധികുംഭം, അനാഹചക്രമാകുന്ന പദ്മം,
കൂർമ്മം, വിശുദ്ധി ചക്ര സങ്കല്പത്തിലുള്ള യോഗനാളം അതിനുപരിയായിട്ടുള്ള നപുംസശില പരബ്രഹ്മചൈതന്യത്തിൻ പ്രതീകമായ ആജ്ഞാചക്ര സങ്കല്പത്തിലുള്ളതാണ്. തതുപരിയായ ബിംബപ്രതിഷ്ഠ സഹസ്രാര പദ്മവുമാകുന്നു. ക്ഷേത്രനിർമ്മാണ ശാസ്ത്രത്തിൽ ഓരോന്നിനും അതിന്റേതായ വിധികളുണ്ട്. ആ വിധിപ്രകാരമായിരിക്കണം അതിന്റെ നിർമ്മാണം. വിഗ്രഹത്തിന്റെ രൂപം, വലിപ്പം, മുദ്ര, ഗർഭഗൃഹം, പ്രദക്ഷിണപാത അങ്ങനെ ഓരോന്നിനും അതിന്റേതായ ശാസ്ത്രവിധികളുണ്ട്. ക്ഷയാത് ത്രായതേതി ക്ഷേത്ര. ക്ഷയത്തിൽ നിന്ന് അഥവാ നാശത്തിൽ നിന്ന് ത്രാണനം, തരണം ചെയ്യിക്കുന്നതേതാണോ അതാണ് ക്ഷേത്രം. ക്ഷേത്ര എന്ന സംസ്കൃത പദത്തിനർത്ഥം ശരീരം എന്നാണ് ഭഗവദ്ഗീതയിൽ അർത്ഥമാക്കുന്നത്. അതായത് ആകാരമുള്ളത് എന്തോ അത് എന്നർത്ഥം. ദൈവത്തിൻ രൂപഭാവം നൽകി പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ക്ഷേത്രങ്ങൾ. താന്ത്രികതയുടെ അടിസ്ഥാനമായ ഷഡ്ചക്രാധിഷ്ഠിത നിർമ്മാണരീതിയെ അവലംബിച്ചും പൗരാണിക, വൈദിക, താന്ത്രിക രീതികളെ അവലംബിച്ചും പൂജകളും പ്രതിഷ്ഠകളും ഉള്ള ദേവാലയങ്ങൾ ക്ഷേത്രങ്ങളാകുന്നു. ക്ഷേത്രത്തിന്റെ പര്യായമായ അമ്പലം എന്നത് അൻപ് പ്ലസ് ഇല്ലം എന്നീ ദ്രാവിഡ പദങ്ങളിൽ നിന്നാണ് രൂപമെടുത്തിരിക്കുന്നത്. സപരിവാര പ്രതിഷ്ഠ, ദേവനും അനുചരന്മാരും ദിപ്പാലകരും സഹിതം പഞ്ചപ്രാകാരങ്ങൾ, ശ്രീകോവിൽ മുതലായവ, മഹാഗോപുരവും ദേവവാഹനം, ദേവസ്വത്ത് ഇവ 5 ലക്ഷണങ്ങളും ചേർന്ന ക്ഷേത്രങ്ങൾ മഹാക്ഷേത്രമെന്ന് അറിയപ്പെടുന്നു. പ്രായേണ നമ്മുടെ ഈശ്വരസങ്കല്പത്തിന് പൂർണ്ണത നൽകുന്നത് മഹാക്ഷേത്രങ്ങളാണ്. എന്നാൽ പ്രാർത്ഥനയ്ക്കു മാത്രമുള്ള ഇടങ്ങളല്ല ക്ഷേത്രങ്ങള്. അതിശക്തമായ ഊർജ്ജകേന്ദ്രങ്ങളാണിവ. ആർക്കും അവിടെ പോകാം, ആ ചൈതന്യത്തിന്റെ പങ്കുപറ്റാം. ക്ഷേത്രനിർമ്മാണ ശാസ്ത്രത്തിൽ ഓരോന്നിനും അതിന്റേതായ വിധികളുണ്ട്. ആ വിധിപ്രകാരമായിരിക്കണം അതിന്റെ നിർമ്മാണം. വിഗ്രഹത്തിന്റെ രൂപം, വലിപ്പം, മുദ്ര, ഗർഭഗൃഹം, പ്രദക്ഷിണപാത അങ്ങനെ ഓരോന്നിനും അതിന്റേതായ ശാസ്ത്രവിധികളുണ്ട്. കേരളീയമായ മഹാക്ഷേത്ര നിർമ്മിതി പഞ്ചപ്രാകാരങ്ങൾ എന്ന പദ്ധതി പ്രകാരമാണ് സാധാരണയായി നിർമ്മിക്കുന്നത്. 1. അകത്തെ ബലിവട്ടം. 2. അന്തഹാര, ചുറ്റമ്പലം, നാലമ്പലം. 3. മധ്യഹാര, വിളക്കുമാടം. 4. പുറത്തെ ബലിവട്ടം. 5. മര്യാദ. മുകളിൽ സൂചിപ്പിച്ച പഞ്ചപ്രാകാരങ്ങൾ കൂടിയാൽ അവയെ മഹാക്ഷേത്രങ്ങൾ എന്നു വിളിക്കാം. അല്ലാത്തതിനെ ക്ഷേത്രം എന്ന് മാത്രം. ഭാരതീയ സങ്കല്പമനുസരിച്ച് ക്ഷേത്രം ശരീരത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു. തറയോട് ചേർന്നുള്ള പാദശില, കാലുകൾ, പാദോർദ്ധശില, അരക്കെട്ട്, ഗർഭഗൃഹം, ഉദരം, മേഖല, കടിതടം, 4 തൂണുകൾ, 4 കൈകൾ, ശ്രീകോവിലിനു മുൻപിലെ മണി, ജിഹ്വ, ശ്രീകോവിൽ, മുഖം, ശ്രീകോവിലിലെ ദീപം, പ്രാണൻ, ഓവ്, അപാനസ്ഥാനം, മേൽക്കൂര, ശിരസ്, താഴികക്കുടം, കൊടുമ, കൊടിമരം, കശേരുക്കളോട് കൂടിയ നട്ടെല്ല്, കൊടിമരക്കയർ, സുഷുമ്നാ നാഡി, കൊടിക്കൂറ, കുണ്ടലിനി. ക്ഷേത്രം ഒരു സജീവ ശരീരമാണെന്നതാണ് എല്ലാ ക്ഷേത്രാചാരങ്ങളുടെയും അടിസ്ഥാനതത്വം. പത്മാസനത്തിൽ ധ്യാനനിമഗ്നനായിരിക്കുന്ന ഒരു യോഗവര്യനെ ഇവിടെ സങ്കൽപ്പിക്കപ്പെടുന്നു. മനുഷ്യശരീരത്തിനുള്ളതുപോലെ ക്ഷേത്രശരീരത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ജീവാംശത്തിനും സപ്താവരണങ്ങളുള്ളതായി ഗ്രന്ഥങ്ങളിൽ കാണാം. ക്ഷേത്രത്തിനകത്തു മുഴങ്ങുന്നതായ ശംഖനാദം, വാദ്യഘോഷങ്ങൾ, മന്ത്രധ്വനി, മണിനാദം എന്നിവയുടെ ശബ്ദഘോഷങ്ങളിലൂടെ ശബ്ദത്തിന്റെ ഊർജ്ജവും, ക്ഷേത്രത്തിനകത്തും പുറത്തും കത്തിക്കുന്ന ദീപനങ്ങളിലൂടെ പ്രകാശതാപ ഊർജ്ജവും, ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന ചന്ദനത്തിരി, കർപ്പൂരം, ചന്ദനം, കളഭം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളിൽ നിന്നും സുഗന്ധപുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചനയിലൂടെയും നിരന്തരം കെമിക്കൽ എനർജിയും കൂടാതെ വിശേഷ പൂജ കർമ്മങ്ങളിലൂടെയും ഈ വിഗ്രഹങ്ങളെ അതീവ ചൈതന്യവത്താക്കി മാറ്റുന്നു. ഇങ്ങനെ ചൈതന്യവത്താക്കപ്പെട്ട പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന വിഗ്രഹങ്ങളിൽ നിന്നും ക്ഷേത്ര ദർശനത്തിനു എത്തുന്ന ഭക്തരിലേക്കു ഈ ഊർജ്ജം അതായത് ആ ചൈതന്യം വികിരണം ചെയ്യപ്പെടുന്നു. അപ്രകാരം നിത്യവും ക്ഷേത്രദർശനം നടത്തി ഈ പോസിറ്റീവ് എനർജിയെ ഉൾക്കൊള്ളുന്ന ഒരുവൻ ജീവിതത്തിൽ എപ്പോഴും ഊർജ്ജസ്വലനും സന്തോഷവാനുമായി കാണപ്പെടുന്നു. ഇപ്രകാരം ക്ഷേത്രദർശനം നടത്തുന്ന ഒരുവന് തന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ ഉത്തേജനം സാധ്യമാകുന്നു. എങ്ങനെ എന്നുവെച്ചാൽ ശ്രീകോവിലിലെ വിഗ്രഹത്തിന്റെ പ്രഭാമണ്ഡലം, വിഗ്രഹത്തിൽ ചാർത്തിയിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ, തിളങ്ങുന്ന ഓട്, പിത്തള, വെള്ളി മുതലായ വിളക്കുകൾ, പൂജാപാത്രങ്ങൾ, അവയിൽ നിന്നും ജ്വലിക്കുന്നതായ ദീപനാളങ്ങൾ, വർണ്ണപുഷ്പങ്ങൾ എന്നിവ ഒരുവന്റെ കണ്ണുകളെ ചൈതന്യവത്താക്കുന്നു. മന്ത്രധ്വനി, വാദ്യഘോഷങ്ങൾ, മണിനാദം, ശംഖധ്വനി, കീർത്തനാലാപനം മുതലായവ കർണേന്ദ്രിയങ്ങളെയും കർപ്പൂരം, ചന്ദനത്തിരി, സുഗന്ധപുഷ്പങ്ങൾ മുതലായവ നാസാരന്ധ്രത്തെയും, നമുക്ക് പ്രസാദമായി ലഭിക്കുന്ന ഭസ്മം, ചന്ദനം, കുങ്കുമം, കളഭം എന്നിവ ത്വക്ക് ഇന്ദ്രിയത്തെയും, തീർത്ഥം, ത്രിമധുരം, പായസം എന്നിവ രസനേന്ദ്രിയമായ നാക്കിനെയും ചൈതന്യവത്താക്കുന്നു. ക്ഷേത്രദർശനം വഴി നമുക്ക് ആവശ്യമുള്ളതായ ഒരു ഊർജ്ജം, ഒരു പോസിറ്റീവ് എനർജി കിട്ടുവാൻ സാധ്യമാകുന്നു. ചുരുക്കത്തിൽ ക്ഷേത്രം ഊർജ്ജ സ്രോതസ്സുകളുടെ ആകിരണ വികിരണ കേന്ദ്രമാകുന്നു. ഇപ്രകാരം ഒരു വ്യക്തി വിഗ്രഹത്തിൽ നിന്നും വികിരണം ചെയ്യുന്ന ഊർജ്ജത്തെ സ്വീകരിക്കാൻ പാകത്തിൽ തയ്യാറായി വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ. ഈ പ്രപഞ്ചം മുഴുവൻ പഞ്ചേന്ദ്രിയങ്ങൾക്കു അതീതമായ ചില ഊർജ്ജ സ്രോതസ്സുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അനുഭവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് അതിനെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ.
ആ ശക്തിയാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. പുല്ലിലും പുഴുവിലും മണ്ണിലും മരത്തിലും മനുഷ്യരിലും മൃഗങ്ങളിലും സർവ്വചരാചരങ്ങളിലും ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഋഷിവര്യന്മാർ ആ ചൈതന്യത്തെ ബ്രഹ്മമെന്നും നാം അതിനെ ഈശ്വരനെന്നും വിളിക്കുന്നു. ശാസ്ത്രജ്ഞർ ആകട്ടെ ആറ്റം എന്നും പരമാണു എന്നും സംബോധന ചെയ്യുന്നു. എല്ലാ ക്ഷേത്രത്തോടും അനുബന്ധിച്ചു സമീപത്തായി ഒരു കുളമോ ഒരു നദിയോ ജലാശയമോ ഉണ്ടാകും. പഴയകാലത്ത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ ജലാശയങ്ങളിൽ സ്നാനത്തിനുശേഷം ക്ഷേത്രദർശനം നടത്തിയിരുന്നു. അന്നെല്ലാം അതൊരു പതിവായിരുന്നു. അതൊരു യാഥാർത്ഥ്യവുമായിരുന്നു. ഉദാഹരണത്തിന് എന്റെ കുട്ടിക്കാലത്തു എന്റെ അമ്മ ദിവസവും രാവിലെ ശാസ്താംകോട്ട കായലിൽ കുളിച്ചു ക്ഷേത്രദർശനം നടത്തി വന്നതിനു ശേഷമായിരുന്നു ഗൃഹകാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇത് എനിക്കിന്നും മറക്കാനാവാത്തൊരു അനുഭവമാണ്. അപ്രകാരം കുളത്തിലോ നദിയിലോ ജലാശയത്തിലോ മുങ്ങി കുളിച്ചു ശുചിയായി ഈറൻ വസ്ത്രത്തോടെ ക്ഷേത്രദർശനം നടത്തുന്ന ഒരു വ്യക്തിക്ക് ശരിയായ ഊർജ്ജപ്രവാഹം വിഗ്രഹത്തിൽ നിന്നും സ്വീകരിക്കുവാൻ സാധിക്കുന്നു. സ്ത്രീകൾ ഈറൻ വസ്ത്രത്തിലും പുരുഷന്മാർ മേൽവസ്ത്രമില്ലാതെയും ക്ഷേത്രദർശനം നടത്തുകയാണ് പതിവ്. അങ്ങനെ ചെയ്യുമ്പോൾ വിഗ്രഹത്തിലെ ചൈതന്യവത്തായ ഊർജ്ജം ശരീരത്തിൽ നേരിട്ട് ലഭിക്കുന്നു. അതിനാലാണ് പുരുഷന്മാർ ക്ഷേത്രദർശന സമയത്തു ഷർട്ട്, ബനിയൻ മുതലായ മേൽവസ്ത്രങ്ങൾ ധരിക്കരുത് എന്ന് പറയുന്നത്. പുരുഷന്മാർ നെഞ്ചിൽ കൂടി ഈ ഈശ്വര ചൈതന്യം ആഗിരണം ചെയ്യുമ്പോൾ സ്ത്രീകൾ അവരുടെ കണ്ഠം, നെറ്റി, പുരിക, മദ്യം എന്നീ ഭാഗങ്ങളിലൂടെ ഊർജ്ജത്തെ ആഗിരണം ചെയ്യുന്നു. കൂടാതെ പ്രദക്ഷിണത്തിലൂടെ എല്ലാ ഭാഗങ്ങളിലേക്കും ചൈതന്യത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നു. അങ്ങനെ ക്ഷേത്രത്തിലൂടെയും ക്ഷേത്രദർശനത്തിലൂടെയും കരുണാമയനായ ഭഗവാനിൽ ഭക്തി ഉറക്കുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യമാണ് ക്ഷേത്രദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നതും സാധ്യമാകുന്നതും.